ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള PSC പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ചിട്ടുള്ള ഇലക്ട്രോണിക്സ് ബ്രാഞ്ചിൽ നിന്നുള്ള ട്രാൻസിസ്റ്റർ എന്ന പോർഷൻസിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കറണ്ട് ഗെയിൻ ഓഫ് എ കോമൺ എമിറ്റർ ആംപ്ലിഫയർ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് കോമൺ എമിറ്റർ ആംപ്ലിഫയറിന്റെ കറണ്ട് ഗെയിനെ പറ്റിയിട്ടാണ്. കോമൺ എമിറ്റർ കോൺഫിഗറേഷന്റെ കറണ്ട് ഗെയിൻ റെപ്രസെന്റ് ചെയ്യുന്നത് ബീറ്റ എന്ന ലെറ്റർ കൊണ്ടാണ്. അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ കളക്ടർ കറണ്ട് ടു ചേഞ്ച് ഇൻ ബേസ് കറണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്ഷൻ എന്ന് പറയുന്നത് IC/IB, ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് മറ്റ് കോൺഫിഗറേഷനിലെ കറണ്ട് ഗെയിനും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. കോമൺ ബേസ് കോൺഫിഗറേഷന്റെ കറണ്ട് ഗെയിനെ പറയുന്ന പേര് ആൽഫ എന്നാണ്. അതിന്റെ ഇക്വേഷൻ ചേഞ്ച് ഇൻ കളക്ടർ കറണ്ട് ടു ചേഞ്ച് ഇൻ എമിറ്റർ കറണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ കോമൺ കളക്ടർ കോൺഫിഗറേഷൻ്റെത് ഗാമ എന്നറിയപ്പെടുന്നു. അതിന്റെ ഇക്വേഷൻ ചേഞ്ച് ഇൻ എമിറ്റർ കറണ്ട് ടു ചേഞ്ച് ഇൻ ബേസ് കറണ്ട് എന്നാണ്. ഇവിടെ ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. IC/IB ഈക്വൽ ടു ബീറ്റ. ബീറ്റ എന്ന് പറയുന്നത് കോമൺ എമിറ്റർ ആംപ്ലിഫയറിന്റെ കറണ്ട് ഗെയിൻ ആണ്. മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ഹാസ് ആൻ എഫിഷ്യൻസി അബൌട്ട് 85%. അതായത് ഏറ്റവും ഹൈയസ്റ്റ് എഫിഷ്യൻസി ഉള്ള ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ഏതെന്നാണ് ചോദ്യം. ഇവിടെ ഓപ്ഷൻ സി, ക്ലാസ് സി ആണ് കറക്റ്റ് വരിക. നമുക്കറിയാം ക്ലാസ് സിയുടെ കോൺഫിഗറേഷന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് അബൌട്ട് 90% എഫിഷ്യൻസി കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് 85% പറയുന്നത് കൊണ്ട് തന്നെ എന്ത് പറയാം, ഇവിടെ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയാം. 85% കിട്ടുന്നത് ക്ലാസ് സി ആണെന്ന് പറയാം. നമുക്ക് മറ്റ് കോൺഫിഗറേഷൻസിന്റെ മറ്റ് ക്ലാസസിന്റെ ഫീച്ചേഴ്സ് കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് ആദ്യം ക്ലാസ് എ, ഓപ്ഷൻ എ ആയിട്ടുള്ള ക്ലാസ് എയുടെ ഫീച്ചേഴ്സ് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണ്. അതേപോലെ ക്യൂ പോയിന്റിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് സെന്ററിലാണ്. അതേപോലെ എഫിഷ്യൻസി എന്ന് പറയുന്നത് കുറവാണ്, 25% ഓർ 50% വരെ മാക്സിമം കിട്ടുള്ളൂ. അതേപോലെ ഡിസ്റ്റോഷൻ ഇല്ല, ഡിസ്റ്റോഷൻ ലെസ് ആണ്. ഡിസ്റ്റോഷൻ ലെസ് ആണ് ക്ലാസ് എ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ക്ലാസ് ബി എന്ന് പറയുമ്പോൾ ക്ലാസ് ബി പവർ ആംപ്ലിഫയറിന്റെ കേസ് എന്ന് പറയുന്നത് ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് ഓപ്പറേറ്റിംഗ് സൈക്കിൾ 180 ഡിഗ്രി ആണ്. അതേപോലെ തന്നെ എക്സ് ആക്സിസിലായിരിക്കും നമ്മുടെ ക്യൂ പോയിന്റിന്റെ പൊസിഷൻ. എഫിഷ്യൻസി എന്ന് പറയുന്നത് 78.5% ആയിരിക്കും. അതേപോലെ ക്ലാസ് എയേക്കാളും ഡിസ്റ്റോഷൻ ഉണ്ടാവും. എന്താണ്, മോർ ദാൻ ക്ലാസ് എ ആണ് ഡിസ്റ്റോഷൻ, പക്ഷെ കുറവ് തന്നെയാണ്. ക്ലാസ് എയേക്കാളും മോർ ആയിരിക്കുന്നേ ഉള്ളൂ. ഓക്കെ, ഒട്ടും ഡിസ്റ്റോഷൻ ഇല്ലാത്ത ഒരു ആംപ്ലിഫയർ എന്ന് പറയുന്നത് ക്ലാസ് എ ആണ്. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാം ക്ലാസ് സി. ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ക്ലാസ് സിയുടെ കാര്യമാണ്. ഇവിടെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രിയേക്കാൾ ലെസ് ആണ്. അതേപോലെ തന്നെ ബിലോ എക്സ് ആക്സിസ് ആയിരിക്കും നമ്മുടെ എന്ത് വരുന്നത്, ക്യൂ പോയിന്റ് വരുന്നത്. അതേപോലെ ഹൈ ആണ്, അതാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഹൈ എഫിഷ്യൻസി ആണ്. അത് തന്നെയാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. 85% ഓഫ് എഫിഷ്യൻസി കിട്ടുന്നത് ക്ലാസ് സി ആംപ്ലിഫയറിനാണ്. അതേപോലെ നമുക്ക് ഡിസ്റ്റോഷൻ പക്ഷേ ഇവിടെ എന്താണ്, ഹൈ ആണ്. ഡിസ്റ്റോഷൻ ഹൈ ആയിരിക്കും, എഫിഷ്യൻസിയും ഹൈ ആണ്. അതേപോലെ തന്നെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഡിസ്റ്റോഷൻ ഹൈ ആയിരിക്കും. അത് കഴിഞ്ഞ് ഇനി അടുത്തൊരു ഇതുള്ളത് ക്ലാസ് എ ബി ആണ്. ക്ലാസ് എ ബി ആംപ്ലിഫയറിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രിക്കും എന്താണ് 360ക്കും ഇടയിലായിരിക്കും. അതായത് മോർ ദാൻ 180 ഡിഗ്രിയും ലെസ് ദാൻ 360 ഡിഗ്രി ആയിരിക്കും. അതേപോലെ എബോവ് എക്സ് ആക്സിസിലായിരിക്കും നമ്മുടെ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഉള്ളത്. ഓക്കെ, അതേപോലെ നമ്മുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 50% ടു 78.5% ആയിരിക്കും. 50% ടു 78.5% ആയിരിക്കും. പിന്നെ ലെസ് ദാൻ നമ്മുടെ ഡിസ്റ്റോഷൻ എന്ന് പറയുന്നത് ഏറ്റവും ഹൈ ആയിട്ടുള്ള ഡിസ്റ്റോഷൻ ക്ലാസ് സിക്കാണ്. പക്ഷേ ക്ലാസ് എ ബി എന്ന് പറയുന്നത് ഡിസ്റ്റോഷൻ ലെസ് ദാൻ ക്ലാസ് സി ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഫീച്ചേഴ്സ് ഒക്കെ ഓർത്ത് വെച്ചേക്കുക. കാരണം ഇത് പല ക്വസ്റ്റ്യൻസിലും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇതിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എഫിഷ്യൻസി ഹൈ ആയിട്ടുള്ള പവർ ആംപ്ലിഫയർ ഏതെന്നാണ്. അത് ക്ലാസ് സി ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ സി, ക്ലാസ് സി ആണ് റൈറ്റ് ആൻസർ എന്ന് ഇവിടെ പറയാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കറണ്ട് ICBO flows in.
കറണ്ട് ICBO എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ICBO എന്ന് പറയുന്നത് കളക്ടറിന്റെയും ബേസിന്റെയും ഇടയിലുള്ള കറണ്ടാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ICBO ഫ്ലോസ് ഇൻ ഓപ്ഷൻ എ കളക്ടർ ആൻഡ് ബേസ് ലീഡ്സ്. അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ. അതേപോലെ ICBO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ICBOയെ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്ന് പറയുന്നത് കളക്ടർ കട്ട് ഓഫ് കറണ്ട് എന്നാണ്. കളക്ടർ കട്ട് ഓഫ് കറണ്ട്. ഓക്കെ, ICBO മെഷർ ചെയ്യുന്നത് കോമൺ ബേസ് കോൺഫിഗറേഷനിലാണ്. ട്രാൻസിസ്റ്ററിന്റെ കോമൺ ബേസ് കോൺഫിഗറേഷനിൽ മെഷർ ചെയ്യുന്ന ഒരു കറണ്ടാണ് ICBO എന്ന് പറയുന്നത്. ഈ O എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത് ഓപ്പൺ എന്നുള്ളതാണ്. അതായത് കറണ്ട് ത്രൂ കളക്ടർ ആൻഡ് ബേസ് വെൻ എമിറ്റർ ഈസ് ഓപ്പൺ. അതാണ് ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ കളക്ടർ ആൻഡ് ബേസ് ലീഡ് ആണ് കറക്റ്റ് ആൻസർ. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ എമിറ്റർ റെസിസ്റ്റർ RE ബൈപാസ്ഡ് ബൈ എ കപ്പാസിറ്റർ. നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എമിറ്റർ റെസിസ്റ്ററിന്റെ കാര്യമാണ്. നമുക്കറിയാം, ഒരു ആംപ്ലിഫയറിന്റെ കാര്യം എടുത്താൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് RC കപ്പിൾഡ് ആംപ്ലിഫയറിന്റെ ഫിഗർ ഒന്ന് ചെക്ക് ചെയ്യാം. ഒരു ട്രാൻസിസ്റ്റർ ഉണ്ടാവും. ഇത് സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയർ ആണ്. അപ്പോൾ ഒരു ട്രാൻസിസ്റ്റർ ഉണ്ടാവും. പിന്നെ ഇവിടെ ഒരു പാസീവ് കമ്പോണന്റ് ആയ റെസിസ്റ്റർ, ഇവിടെയും ഒരു റെസിസ്റ്റർ, ഇതിന് അക്രോസ് ഒരു കപ്പാസിറ്റർ, അതേപോലെ തന്നെ ഇൻപുട്ടിൽ ഒരു കപ്പാസിറ്റർ, എന്നിട്ട് ഇവിടെ നിന്നാണ് ഇൻപുട്ട് കൊടുക്കുക. ദെൻ ഇവിടെ വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട്സ് ഉണ്ട്. 2 റെസിസ്റ്റേഴ്സ് ആണ് ഇവിടെ വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ടായിട്ട് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെ എന്ന് പറയുന്നത് കളക്ടർ കപ്പാസിറ്റർ കൊടുത്തിട്ടുണ്ടാവാം. ഇവിടുന്ന് ഔട്ട് എടുക്കും. ഇത് ഗ്രൗണ്ട് പോയിന്റ് ആണ്. നമ്മൾ പിന്നെ VCC കൊടുക്കുന്നത് ഇതിന് ക്രോസ് ആയിട്ട് VCC കൊടുക്കുന്നുണ്ട്. ഒരു DC വോൾട്ടേജ് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഈ കപ്പാസിറ്ററിനെ പറയുന്ന പേരാണ് കോമൺ എമിറ്റർ സൈഡിലെ കപ്പാസിറ്റർ. അതേപോലെ ഇതാണ് എമിറ്റർ റെസിസ്റ്റർ RE, ഇത് RC, ഇത് R1, R2. ഇതേപോലെ ഇത് ബേസിലെ കപ്പാസിറ്റർ ആണ് CB, ഇത് കളക്ടറിലെ കപ്പാസിറ്റർ CC. ഇതാണ് ശരിക്കും കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. നമുക്കിവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇവിടുത്തെ റെസിസ്റ്റർ RE എന്ന് പറയുന്നതിന്റെ യൂസ് എന്തെന്നാണ്. RE എന്ന് പറയുന്നത് Q പോയിന്റ് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. എന്താണ് സ്റ്റെബിലൈസ് Q പോയിന്റ്? ആ ഓപ്ഷൻ ഇവിടെ ഉണ്ടോ എന്ന് നോക്കാം. നമുക്ക് ഓപ്ഷൻ D പറഞ്ഞിരിക്കുന്നത് എന്താണ്? സ്റ്റെബിലൈസസ് ദ Q പോയിന്റ്. അതുകൊണ്ട് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ D ആണ്, സ്റ്റെബിലൈസസ് ദ Q പോയിന്റ്. അത് മാത്രമല്ല, നമുക്ക് ഈ കമ്പോണൻസിന്റെ എല്ലാത്തിന്റെയും ഫീച്ചേഴ്സ് ഒന്ന് നോക്കാം. ഇവിടെ ട്രാൻസിസ്റ്റർ ഉണ്ട്. ട്രാൻസിസ്റ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇവിടുത്തെ കോർ കമ്പോണന്റ് തന്നെ ട്രാൻസിസ്റ്റർ ആണ്. ആംപ്ലിഫിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇവിടെ ട്രാൻസിസ്റ്റർ യൂസ് ചെയ്യുന്നത്. പിന്നെ ബയാസ് റെസിസ്റ്റേഴ്സ് ഉണ്ട്. ബയാസ് റെസിസ്റ്റേഴ്സ് ഏതൊക്കെയാണ്? R1, R2, അതേപോലെ തന്നെ RE എന്ന് പറയുന്ന ബയാസ് റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഈ ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞ പോലെ സ്റ്റെബിലൈസേഷന് വേണ്ടിയിട്ടാണ്. Q പോയിന്റ് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതേപോലെ അടുത്തത് കപ്പാസിറ്റേഴ്സിന്റെ കാര്യമാണ്. കപ്പാസിറ്റേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ 3 കപ്പാസിറ്റേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? CB, CE, CC. അതിൽ CB ഇൻപുട്ടിലെ CB കപ്പാസിറ്ററും CC കപ്പാസിറ്റേഴ്സിന്റെയും ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബ്ലോക്ക് DC ആൻഡ് എന്ത് ചെയ്യും? അലോ AC. കപ്പാസിറ്റേഴ്സിന്റെ മെയിൻ ഫീച്ചർ തന്നെയാണ് എന്ത്? ഇറ്റ് അലോ AC കമ്പോണന്റ് ആൻഡ് ബ്ലോക്ക് DC കമ്പോണന്റ്. അത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? പ്രിവെന്റിംഗ് ഫ്രം ഇന്റർഫേസിംഗ് വിത്ത് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് സബ്സീക്വന്റ് സ്റ്റേജസ്. ഈ ഇൻപുട്ടിലെയും ഔട്ട്പുട്ട് സ്റ്റേജിലെയും ഈ വരുന്ന കമ്പോണൻസിലെ AC കമ്പോണൻസിനെ പാസ് ചെയ്യാനും അതേപോലെ DC കമ്പോണൻസിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ 2 കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് RE എന്ന് പറയുന്നത് എന്താണ്? എമിറ്റർ റെസിസ്റ്റർ RE ബൈപാസ്ഡ് ബൈ എ കപ്പാസിറ്റർ. അതിന്റെ REയുടെ ഫീച്ചർ എന്താണ്? അത് സ്റ്റെബിലൈസസ് ദ Q പോയിന്റ് എന്നുള്ളതാണ് ആൻസർ. ബാക്കി കമ്പോണൻസിന്റെ ഫീച്ചേഴ്സ് എന്തെന്നും കൂടെ ഓർത്ത് വെച്ചേക്കാം. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. When a transistor is in cutoff, then VCE is approximately equal to. ട്രാൻസിസ്റ്റർ കട്ട് ഓഫ് റീജിയനിലാണെന്നാണ് പറയുന്നത്. കട്ട് ഓഫ് റീജിയനിലാണെങ്കിൽ നമുക്കറിയാം VCE എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു VCC ആയിരിക്കും. അതായത് ട്രാൻസിസ്റ്റർ എന്ന് പറയുന്ന കമ്പോണന്റ് അവിടെ ഓഫ് സ്റ്റേറ്റിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന ഫുൾ DC വോൾട്ടേജ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ C VCC ആണ് റൈറ്റ് ആൻസർ വരുന്നത്. നമ്മുടെ IB എന്ന് പറയുന്ന ഇൻപുട്ടിലെ കറണ്ട് ആയിട്ടുള്ള IB 0 വരുമ്പോഴാണ് ട്രാൻസിസ്റ്റർ കട്ട് ഓഫ് റീജിയനിലേക്ക് പോവുക. അങ്ങനെ കട്ട് ഓഫ് ആവുമ്പോൾ നമ്മുടെ VCEയുടെ അക്രോസ് ഫുൾ
VCC ഔട്ട്പുട്ടിൽ കിട്ടും. ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഗെയിൻ ഓഫ് ദ ആംപ്ലിഫയർ ഫോൾസ് അറ്റ് ലോവർ ആൻഡ് ഹയർ ഫ്രീക്വൻസീസ് ഡ്യൂ ടു. ഗെയിൻ ഓഫ് ദ ആംപ്ലിഫയേഴ്സ് ലോവർ ആൻഡ് ഹയർ ആവുന്നതിന്റെ റീസൺ എന്താണ്? അത് കപ്ലിംഗ് കപ്പാസിറ്ററിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് നമ്മുടെ ആംപ്ലിഫയേഴ്സിന്റെ ഗെയിൻ എന്ന് പറയുന്നത് ലോവർ ആൻഡ് ഹൈ ഫ്രീക്വൻസിയിൽ ഇടയിൽ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത്. കാരണം നമ്മൾ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും, XC ഈസ് ഈക്വൽ ടു 1/2 FC എന്നുള്ളതാണ്. അത് നോക്കുമ്പോൾ എന്തറിയാം, ലോ ഫ്രീക്വൻസി ലോ ആവുന്ന ടൈമിൽ എന്തായിരിക്കും, നമുക്ക് കപ്ലിംഗ് കപ്പാസിറ്ററിന്റെ ഇംപിഡൻസ്, ഇതാണ് ഇംപിഡൻസ്, വളരെ ഹൈ ആയിരിക്കും. ലോ ഫ്രീക്വൻസിയിൽ കപ്ലിംഗ് കപ്പാസിറ്ററിന്റെ ഇംപിഡൻസ് ഹൈയും, അതേപോലെ ഹൈ ഫ്രീക്വൻസിയിൽ കപ്ലിംഗ് കപ്പാസിറ്ററിന്റെ ഇംപിഡൻസ് ലോയും ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, സിഗ്നലിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും, അതേപോലെ ഗെയിനിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഹയർ ആൻഡ് ലോവർ ഫ്രീക്വൻസിയുടെ ഇടയിൽ ഗെയിനിനെ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന ആ ഒരു ഡ്യൂട്ടി ഉള്ളത് കപ്ലിംഗ് കപ്പാസിറ്ററിനാണ്. അതുകൊണ്ട് ഇവിടെ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഈ ഇക്വേഷനോട് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. XC ഈസ് ഈക്വൽ ടു 1/2 FC. ഇൻഡക്ടറിന്റെ കേസിലാണ് നമ്മുടെ ഇംപിഡൻസ് പറയുന്നതെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അതിന്റെ ഇക്വേഷൻ എന്തായിരിക്കും, XL ഈസ് ഈക്വൽ ടു 2πFL എന്നായിരിക്കും. ഓക്കെ, കപ്പാസിറ്ററിന്റെ കേസിൽ XC ഈക്വൽ ടു 1/2 FC ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കപ്പാസിറ്റൻസ് ഫ്രീക്വൻസിയുടെ വാല്യൂ എന്ന് പറയുന്നത് കപ്പാസിറ്റൻസിന്റെ ഇംപിഡൻസ് വാല്യൂവിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ എ കോമൺ ബേസ് ആംപ്ലിഫയർ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ റോങ്? അതായത് കോമൺ, ഇവിടെ ചോദിച്ചിരിക്കുന്നത് കോമൺ ബേസ് കോൺഫിഗറേഷന്റെ കേസിലാണ്. കോമൺ ബേസ് കോൺഫിഗറേഷന് കോമൺ ആയിട്ട് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. അതിൽ ഈ തന്നിരിക്കുന്ന ഫീച്ചേഴ്സിൽ ഏതാണ് ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം നമുക്ക് ഈ കോമൺ ബേസ് കോൺഫിഗറേഷന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. കോമൺ ബേസ് കോൺഫിഗറേഷന്റെ കറണ്ട് ഗെയിൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിരുന്നു ആൽഫ എന്നാണ്. അതിന്റെ ഇക്വേഷൻ വരുന്നത് ചേഞ്ച് ഇൻ കളക്ടർ കറണ്ട് ടു ചേഞ്ച് ഇൻ എമിറ്റർ കറണ്ട്. അപ്പൊ ഇതാണ് ഫസ്റ്റ് കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് കറണ്ട് ഗെയിൻ എന്ന് പറയുന്നത് ആൽഫ. കറണ്ട് ഗെയിൻ ആൽഫ ഈസ് ഈക്വൽ ടു IC/IE എന്നുള്ളതാണ്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ലോ ഇൻപുട്ട് ഇംപിഡൻസ് ആണ്. ലോ ഇൻപുട്ട് ഇംപിഡൻസ് ആണ്. ഇൻപുട്ട് റെസിസ്റ്റൻസ് ലോ ആയിരിക്കും. അതായത് ഫോർവേഡ് ബയാസിൽ എമിറ്റർ ബേസ് ജംഗ്ഷൻ ലീഡ്സ് ടു ലോ ഇൻപുട്ട് ഇംപിഡൻസ്. ഓക്കെ, അതേപോലെ ഹൈ ഔട്ട്പുട്ട് ഇംപിഡൻസ് ആയിരിക്കും. ലോ ഇൻപുട്ട് ഇംപിഡൻസും ഹൈ ഔട്ട്പുട്ട് ഇംപിഡൻസും ആയിരിക്കും. അത് കാരണം എന്താണ്, ഔട്ട്പുട്ട് ഇംപിഡൻസ് എന്ന് പറയുന്നത് ലോഡ് റെസിസ്റ്റൻസിന്റെ ഇൻഫ്ലുവൻസിലാണ് ഹൈ ആയിരിക്കുക ഇവിടെ. അതേപോലെ തന്നെ നോ കറണ്ട് ഇൻവേർഷൻ, അതായത് ഇൻ ഫേസ് ആയിരിക്കും. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇൻപുട്ടിന് ഇൻ ഫേസ് ആയിരിക്കും. അതേപോലെ നമ്മൾ യൂസ് ചെയ്യുന്നത് കറണ്ട് ബഫർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കറണ്ട് ബഫർ ആയിട്ട് നമ്മുടെ കോമൺ ബേസ് കോൺഫിഗറേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കിവിടെ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് PSC ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ റൈറ്റ് ആൻസർ ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്തതാണ്, ക്യാൻസൽ ചെയ്താണ്. പക്ഷെ ഇവിടെ മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് വേണമെങ്കിൽ ഓപ്ഷൻ ഡി പറയാൻ പറ്റും. കാരണം ഓപ്ഷൻ ഡിയിൽ പറഞ്ഞിരിക്കുന്നത് വെരി ഹൈ വോൾട്ടേജ് ഗെയിൻ എന്നാണ്. ശരിക്കും വെരി ഹൈ വോൾട്ടേജ് ഗെയിൻ അല്ല വരിക. നമുക്ക് ഹൈ വോൾട്ടേജ് ഗെയിൻ എന്ന് പറയാൻ പറ്റും, പക്ഷെ വെരി ഹൈ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു 150 റേഞ്ചിൽ, അതായത് 100 to 2000 റേഞ്ചിലാണ് ഇതിന്റെ വോൾട്ടേജ് ഗെയിൻ എന്ന് അറിയപ്പെടുന്നുണ്ടെങ്കിലും 150 റേഞ്ച് ആണ് സാധാരണ കോമൺ ആയിട്ട് പറയുന്ന വോൾട്ടേജ് ഗെയിൻ റേഞ്ച് എന്ന് പറയുന്നത് 150 ആണ് കോമൺ ബേസിന്റെ. പക്ഷെ പറയുന്ന ഒരു റേഞ്ച് എന്ന് പറയുന്നത് 100 to 2000 റേഞ്ചിലാണ് നമ്മുടെ എന്ത് പറയുന്നത് കോമൺ ബേസിന്റെ കോൺഫിഗറേഷനിൽ വരുന്ന വോൾട്ടേജ് ഗെയിൻ പറയുന്നത്. അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഓപ്ഷൻ ഡി റൈറ്റ് ആണെന്ന് വിചാരിക്കാം. പക്ഷെ ഇവിടെ ഓപ്ഷൻ ആപ്റ്റ് ആയിട്ട് അതല്ല. അതുകൊണ്ടാണ് PSC എന്ത് ചെയ്തത്, ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ബാക്കി പറയുന്ന ഇത് നോക്കാം നമുക്ക്. ലോ ഇൻപുട്ട് ഇംപിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റ് തന്നെയാണ്. അതേപോലെ ലോ ഔട്ട്പുട്ട് ഇംപിഡൻസ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെ അതും റോങ് ആണ്. ലോ ഔട്ട്പുട്ട് ഇംപിഡൻസ് അല്ല, ഹൈ ഔട്ട്പുട്ട് ഇംപിഡൻസ് ആണ് നമ്മുടെ കോമൺ ബേസിനുള്ളത്. അപ്പൊ ഇതും റോങ് ആണ്. ഹൈ കറണ്ട് ഗെയിൻ എന്ന് പറയുന്നുണ്ട്, കറണ്ട് ബഫർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഹൈ കറണ്ട് ഗെയിൻ അല്ല, അതും റോങ് ആണ്. അതേപോലെ വെരി ഹൈ വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നുണ്ട്, അതും റോങ് ആണ്. അപ്പോൾ ഇത് മൂന്നും റോങ് ആയതുകൊണ്ട് തന്നെ അതിന്റെ കറക്റ്റ് ഓപ്ഷൻസ് ഇതിലില്ല. അതുകൊണ്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെൻ ട്രാൻസിസ്റ്റർ ഈസ് യൂസ്ഡ് ആസ് എ സ്വിച്ച് ഇറ്റ് ഓപ്പറേറ്റ് ഇൻ. നമുക്കറിയാം ട്രാൻസിസ്റ്ററിന്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സ്വിച്ച് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വിച്ചിന്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചർ എന്തായിരിക്കും, ആ സ്വിച്ച് ഓപ്പൺ ആണെന്ന് കരുതുക. ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് ഒരു വോൾട്ട് മീറ്റർ കൊണ്ട് മെഷർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ എന്ത് ചെയ്യും,
ഓപ്പൺ ആവുന്ന സമയത്ത് ഫുൾ വോൾട്ടേജ് ഇവിടെ കിട്ടും. കാരണം ഈ സ്വിച്ച് ഓപ്പൺ ആയിരിക്കുകയായിരിക്കും. ഇൻപുട്ടിൽ കൊടുക്കുന്ന വോൾട്ടേജ് ഫുൾ ഔട്ട്പുട്ടിൽ കിട്ടും. അപ്പോൾ നമുക്കറിയാം ഒരു ഓൺ സ്വിച്ചിന്റെ കേസിൽ സ്വിച്ച് ഇവിടെ ഓഫ് ആണ്. സ്വിച്ച് ഓഫ് ആവുന്ന കണ്ടീഷനിൽ നമ്മൾ എന്ത് പറയും? ഈ സ്വിച്ച് ഓൺ ആവണമെങ്കിൽ ഇത് ക്ലോസ്ഡ് ആയിരിക്കണം. അപ്പോൾ ഓഫ് സ്വിച്ചിന്റെ കേസിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. ഇതേ കേസ് തന്നെ നമ്മുടെ ഓൺ സ്വിച്ച് എടുക്കുകയാണെങ്കിൽ ഒരു സ്വിച്ച് ഓൺ ആവുമ്പോൾ ഇങ്ങനെയാ വരിക. അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിന് അക്രോസ് ഒരു വോൾട്ട് മീറ്റർ വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്ത് വരും? ഓൺ സ്വിച്ചിന്റെ കേസിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും വരിക. ഇതേ കണ്ടീഷൻ നമ്മുടെ ട്രാൻസിസ്റ്ററിൽ വരുമ്പോൾ സാച്ചുറേഷൻ റീജിയൻ എടുക്കുമ്പോൾ, ട്രാൻസിസ്റ്റർ സാച്ചുറേഷൻ റീജിയനിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വോൾട്ടേജ് അക്രോസ് ദ കളക്ടർ ആൻഡ് എമിറ്റർ ഈസ് ഓൾമോസ്റ്റ് 0 വരും. എങ്ങനെയാ വരുന്നത് അത്? കാരണം നമ്മൾ ഓൺ സ്വിച്ചിന്റെ കേസിൽ ഇങ്ങനെയാണ് നമ്മുടെ കണക്ഷൻ വരിക. ഒരു ട്രാൻസിസ്റ്റർ വരും, എന്നിട്ട് എന്ത് ചെയ്യും? അത് ഗ്രൗണ്ട് ചെയ്യുന്നു, എന്നിട്ട് ഒരു ഇൻപുട്ട് റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ എന്ത് ചെയ്യും? എമിറ്റർ ബേസ് ജംഗ്ഷൻ, ഈ ബേസ് എമിറ്റർ ജംഗ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ഫോർവേഡ് ബയാസ് ആയിരിക്കും. ഇങ്ങനെ ഫോർവേഡ് ബയാസ് ആവുന്ന ടൈമിൽ നമ്മുടെ എമിറ്ററിന്റെ അക്രോസ് ഉള്ള കറണ്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 0 ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ട്രാൻസിസ്റ്റർ ആക്ട് ആസ് ആൻ ഓൺ സ്വിച്ച്. അതുകൊണ്ട് തന്നെ സാച്ചുറേഷൻ റീജിയനിൽ ഓൺ സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഇതേപോലെ തന്നെ നമ്മൾ കട്ട് ഓഫ് റീജിയൻ എടുക്കുകയാണ്, ട്രാൻസിസ്റ്ററിന്റെ കട്ട് ഓഫ് റീജിയൻ എടുക്കുകയാണെങ്കിൽ അവിടെ നടക്കുന്നതും ഇതുപോലെ തന്നെ ആയിരിക്കും. ഇവിടെ നമ്മൾ ഇതേ കണക്ഷൻ തന്നെ കൊടുക്കുന്നു. കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ഇവിടെ IB 0 ആണ് കൊടുക്കുക. ഓക്കെ, IB ഇൻപുട്ടിലെ IB 0 കൊടുക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? RC ഈക്വൽ ടു IC ഈക്വൽ ടു 0 വരും. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ഇങ്ങനെ ഒരു ഓപ്പൺ കണ്ടീഷനിലായിരിക്കും വരിക VCC. അപ്പോൾ ബേസ് കറണ്ട് 0 ആയിരിക്കും, ട്രാൻസിസ്റ്റർ കട്ട് ഓഫ് റീജിയനിലായിരിക്കും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? ഒരു ഓപ്പൺ സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും. അതായത് ഓഫ് കണ്ടീഷനിലായിരിക്കും. ഒരു സ്വിച്ച് ഓഫ് കണ്ടീഷനിൽ വരുന്നത് കട്ട് ഓഫ് റീജിയനിലും ഓൺ കണ്ടീഷനിൽ വരുന്നത് സാച്ചുറേഷൻ റീജിയനിലായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ ഏതൊക്കെ കണ്ടീഷനിലാണ് നമ്മുടെ ട്രാൻസിസ്റ്റർ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ ബി, കട്ട് ഓഫ് റീജിയൻ ആൻഡ് സാച്ചുറേഷൻ റീജിയൻ ആണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ കോമൺ ബേസ് ആംപ്ലിഫയർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റോങ്? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു കോമൺ ബേസ് കോൺഫിഗറേഷന്റെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിൽ ഇൻപുട്ട് ഓരോ പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ ഇൻപുട്ട് ഇമ്പിഡൻസ് ലോ ആണ്. അതെന്താണ്? റൈറ്റ് ആണ് കോമൺ ബേസിന്റെ കേസിൽ. അതേപോലെ വോൾട്ടേജ് ഗെയിൻ ഈസ് അബൌട്ട് 150. ഞാൻ പറഞ്ഞിരുന്നു 100നും ഒരു 2000 റേഞ്ചിലാണ് വരിക. പക്ഷെ കോമൺ ആയിട്ടും 150 റേഞ്ച് എന്നാണ് അറിയപ്പെടുക. അതുകൊണ്ട് ഇത് റൈറ്റ് ആണ്. അതേപോലെ തന്നെ കറണ്ട് ഗെയിൻ ഈസ് ലെസ് ദാൻ യൂണിറ്റി. കോമൺ ബേസിന്റെ കറണ്ട് ഗെയിൻ്റെ ഇക്വേഷൻ എന്താണ്? ആൽഫ എന്ന് പറയുന്നത്, കോമൺ ബേസിന്റെ കറണ്ട് ഗെയിൻ എന്ന് പറയുന്നത് ആൽഫയാണ്. അത് IC ബൈ IE ആണ് വരിക. ഇതെന്ന് പറയുന്നത് ലെസ് ദാൻ യൂണിറ്റി ആണ്. കറണ്ട് ഗെയിൻ ലെസ് ദാൻ യൂണിറ്റി ആണ്. ആൽഫയുടെ വാല്യൂ എപ്പോഴും ലെസ് ദാൻ യൂണിറ്റി ആയിരിക്കും. അതുകൊണ്ട് ഇതും റൈറ്റ് ആണ്. യൂസ്ഡ് ഫോർ ഓഡിയോ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻ. ഇതാണ് റോങ് ആയിട്ട് വരിക. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഏത് ഓപ്ഷൻ ആണ് റോങ് എന്നാണ്. കാരണം നമുക്കറിയാം കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ് കൂടുതലും. അതിന്റെ ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസും ലോ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ഫീച്ചർ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ യൂസ് ചെയ്യുന്നതാണ്. ഓഡിയോ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസ് കോമൺ ആയിട്ടും യൂസ് ചെയ്യുന്നത് കോമൺ എമിറ്റർ ആംപ്ലിഫയർ ആയിരിക്കും, കോമൺ ബേസ് അല്ല. അതുകൊണ്ട് ഇവിടെ ഓപ്ഷൻ സി ആണ് റോങ് ആൻസർ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ ഓപ്ഷൻ സി ആണ് വരിക, ആൻസർ ആയിട്ട് വരിക. Okay, moving on to the next question. In a transistor, most of the power is dissipated in collector base junction. It is because, അതായത് കളക്ടർ ബേസ് ജംഗ്ഷനിൽ എന്തുകൊണ്ടാണ് കൂടുതൽ പവർ ഡിസിപ്പേഷൻ നടക്കുന്നതെന്നുള്ളതാണ്. ഇവിടെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. കളക്ടർ ബേസ് വോൾട്ടേജ് എന്ന് പറയുന്നത് മച്ച് ഗ്രേറ്റർ ദാൻ എമിറ്റർ ബേസ് വോൾട്ടേജ്. അതായത് കളക്ടർ ബേസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? ഗ്രേറ്റർ ആണ് വോൾട്ടേജ് അക്രോസ് എമിറ്റർ ബേസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ മോസ്റ്റ് ഓഫ് ദ പവർ ഡിസിപ്പേഷൻ ഇൻ കളക്ടർ ബേസ് ജംഗ്ഷൻ സംഭവിക്കുന്നത്. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസർ. Moving on to the next question. Removal of emitter bypass capacitor from the common emitter amplifier. നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞിരുന്നു നമ്മുടെ ഒരു RC coupled ആംപ്ലിഫയറിന്റെ ഫിഗർ വെച്ചിട്ട് തന്നെ ഇതിലെ എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്ററിന്റെ ഡ്യൂട്ടി എന്താണെന്നുള്ളത്. വോൾട്ടേജ് ഗെയിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമ്മളപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആ ഒരു എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ
റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് നമ്മുടെ വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്ഷൻ എ ആണ്. നമ്മുടെ മുന്നത്തെ ക്വസ്റ്റ്യനിൽ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇവിടെ പറയുന്നില്ല. ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ വരുന്നത്. എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ എന്ന് പറയുന്നത് റിമൂവ് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ വോൾട്ടേജ് ഗെയിൻ റെഡ്യൂസ് ആവും. ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദ ഫോളോയിങ് വിച്ച് ഈസ് നോട്ട് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എമിറ്റർ ഫോളോവർ സർക്യൂട്ട്. എമിറ്റർ ഫോളോവർ സർക്യൂട്ടിന്റെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എമിറ്റർ ഫോളോവർ സർക്യൂട്ടിന്റെ ഫീച്ചേഴ്സ് അല്ലാത്തത് ഏതെന്നാ ചോദിച്ചേക്കുന്നത്. നമുക്ക് അതിന്റെ ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. എമിറ്റർ ഫോളോവറിന്റെ മറ്റൊരു പേരെന്താണ്? കോമൺ കളക്ടർ ആണ്. കോമൺ കളക്ടർ ആംപ്ലിഫയറിന് അറിയപ്പെടുന്ന പേരാണ് എമിറ്റർ ഫോളോവർ എന്ന് പറയുന്നത്. അതുപോലെ അതിന്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഹൈ ഇൻപുട്ട് ഇംപിഡൻസ് ആണ്. ഹൈ ഇൻപുട്ട് ഇംപിഡൻസ് ആണ്. അതേപോലെ ലോ ഔട്ട്പുട്ട് ഇംപിഡൻസ് ആണ്. അതേപോലെ യൂണിറ്റി വോൾട്ടേജ് ഗെയിൻ ആണ്. വോൾട്ടേജ് ഗെയിൻ യൂണിറ്റി ആണ്. അതേപോലെ ബഫർ ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബഫർ ആംപ്ലിഫയർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ അറിയാം, ഇവിടെ ഓപ്ഷൻ സി ആണ് വരിക. സി എന്ന് പറയുന്നത് അതിൽ പറഞ്ഞിരിക്കുന്നത് ലോ ഇൻപുട്ട് ഇംപിഡൻസ് ആൻഡ് ഹൈ ഔട്ട്പുട്ട് ഇംപിഡൻസ് എന്നാണ്. കാരണം അത് പക്ഷേ ഹൈ ഇൻപുട്ട് ഇംപിഡൻസും ലോ ഔട്ട്പുട്ട് ഇംപിഡൻസും ആണ് ഇവിടെ റൈറ്റ് വരിക. അതുകൊണ്ട് ഇവിടെ റോങ് ആയിട്ട് കോമൺ കളക്ടറിന്റെ അതായത് എമിറ്റർ ഫോളോവറിന്റെ ഫീച്ചർ പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, യൂണിറ്റി വോൾട്ടേജ് ഗെയിൻ ആണ്. അതേപോലെ തന്നെ നമുക്ക് നോക്കാം കറണ്ട് ഗെയിൻ എന്താണെന്നുള്ളത് കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. കോമൺ കളക്ടറിന്റെ കറണ്ട് ഗെയിൻ പറയുന്ന പേര് ഗാമയാന്ന് നമ്മൾ മുന്നേ പറഞ്ഞു. അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് IE/IB ആണ്. പിന്നെ നമ്മൾ ബഫർ ആംപ്ലിഫയർ സ്റ്റേജ്, വോൾട്ടേജ് ബഫർ, കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഇവയ്ക്കൊക്കെ വേണ്ടിയിട്ട് കോമൺ കളക്ടർ ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നുണ്ട്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ മെനി ആക്റ്റീവ് ഡിവൈസസ് ആർ ദർ ഇൻ എ സിംഗിൾ സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ? സിംഗിൾ സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിൽ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഒരു ട്രാൻസിസ്റ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ കുറച്ച് റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയും കമ്പോണൻസ് ആണ് യൂസ് ചെയ്യുക. അതിൽ റെസിസ്റ്റൻസും കപ്പാസിറ്റൻസും നമുക്കറിയാം പാസീവ് ഡിവൈസസ് ആണ്. ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നതാണ് ആക്റ്റീവ് ഡിവൈസ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരൊറ്റ ആക്റ്റീവ് ഡിവൈസേ യൂസ് ചെയ്യുന്നുള്ളൂ, ട്രാൻസിസ്റ്റർ. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ. ഓക്കെ, നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. Signing off your study partner, Click. Focus on what really matters.